ഈ സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ നിയമപരമല്ല എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയല്ലേ? ജനങ്ങളെയാണോ പറ്റിച്ചത്, സ്വയം പറ്റിക്കാരെന്ന് പറയാൻ പറ്റുകയില്ല. എനിക്ക് തോന്നുന്നത് ഇതിലും വലിയ കഷ്ടമുള്ളത് ഒരു കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാമേന്ദ്രൻ സാറിനെയാണ് ഈ ജോലി ചെയ്യിപ്പിച്ചത്. അതെ, അദ്ദേഹമെങ്കിലും അന്നേ പറയേണ്ടതായിരുന്നു അഭിപ്രായം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇപ്പം അദ്ദേഹം മുൻ ജഡ്ജിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് ഈ വിധി ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ആ വിധി പെർഫെക്റ്റ് വിധിയാണ്. അപ്പീൽ പോകും, പിന്നെ എന്ത് വരുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിധി കൃത്യമായ വിധിയാണ്. മന്ത്രി രാജീവൊക്കെ പറയുന്ന കമ്മീഷൻ നിയമിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. കമ്മീഷൻ നിയമിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, സമ്മതമൊന്നുമില്ല, സംശയമൊന്നുമില്ല. എന്തിന്, എങ്ങനെ, ഏത് തരത്തിൽ ആണ് ഈ കമ്മീഷൻ നിയോഗിച്ച ചോദ്യമാണ്. എന്തിനാണ് കമ്മീഷൻ നിയോഗിച്ചത്, അതിനുവേണ്ടി ഇറക്കിയ ഉത്തരവ് എന്താണ്, ആ ഉത്തരവിൽ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ടേംസ് ഓഫ് റെഫറൻസ് കണ്ടുപിടിച്ച് തരുന്നതിനുള്ള സാധ്യതയും സൗകര്യവും അധികാരവും ഈ കമ്മീഷനുണ്ടോ, ഈ കമ്മീഷൻ കൊണ്ട് തീരുമാനങ്ങൾ അത് ശരിക്കും അത് ബാധകമാകുമോ, ഇതൊക്കെ ഒരു ചോദ്യം വരുന്നുണ്ട്. അവിടെ വരുന്നൊരു ഉത്തരവാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്ന വിഷയം. തർക്ക വിഷയം എന്ന് പറയുന്നത് മുനമ്പത്തെ അറിയാമല്ലോ, മനുഷ്യൻ പണം കൊടുത്ത് വാങ്ങിച്ച വസ്തു, കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു, സാധാരണ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു, ഒരു ഘട്ടത്തിൽ എവിടുന്നോ ഒരു സംഗതി വരുന്നത് ഞങ്ങളുടെയാണ്, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അത് ഞങ്ങളുടെയാണെന്ന് തീരുമാനിക്കുന്ന ആരാ? ഞങ്ങൾ തീരുമാനിക്കും. വഖഫിൻ്റെ ആണോ തീരുമാനിക്കുന്നത്? വഖഫ് ട്രിബ്യൂണലാണ്. അവിടെ വേറെ ആർക്കും പ്രവേശമില്ല. ഞാനും സാറും തമ്മിൽ വസ്തു തർക്കമുണ്ടെങ്കിൽ, സാർ എൻ്റെതാണെന്ന് ഞാൻ എൻ്റെതാണെന്ന് തർക്കമുണ്ടായെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള രേഖകൾ സാറിൻ്റെ കയ്യിലെ രേഖകളുമായിട്ട് പോയി ചെന്ന് ആവശ്യപ്പെടാം. കോടതി പ്രൊസീഡിങ്സായി തീരുമാനമാവും. അല്ലെങ്കിൽ EMS പറഞ്ഞതുപോലെ ചൈന ചൈനയുടേതും ഇന്ത്യയുടേതും മണ്ണിൻ്റെയും ഒരു സംഘർഷം. ഈ സംഘർഷമല്ല, ആ അഭിപ്രായ വ്യത്യാസമല്ല. കൃത്യമായി രേഖകളുണ്ടെങ്കിൽ വഖഫിൻ്റെ രേഖകളുമായിട്ട് വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ് പോലെ ബോർഡ് വഖഫിനെ കണക്കാക്കുക, ട്രിബ്യൂണലിനെ തൽക്കാലം മറക്കുക. ആ ബോർഡ് ഞങ്ങൾ രേഖകളുള്ള പ്രമാണങ്ങളുള്ള വസ്തുവായതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ, അതല്ല ഞങ്ങളുടെ കയ്യിലുമുണ്ട്, ഞങ്ങൾ കരമടച്ചതാണ്, ഞങ്ങളുടെ കയ്യിലും തീരാധാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും പോയി തർക്കമുണ്ടായി കോടതിയാണ് തീരുമാനിക്കുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമത്തിൽ ആ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള അവകാശം വഖഫിന് തന്നെ കൊടുത്തിരിക്കുക, വഖഫ് ട്രിബ്യൂണലിന് കൊടുത്തിരിക്കുക. ഇപ്പം അതിനെയാണ് കേന്ദ്ര ഗവൺമെൻറ് മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒവൈസിയെ പോലുള്ള ഹൈദരാബാദുകാരൻ AIMIMൻ്റെ നേതാവ് ഒവൈസിയെ പോലും പറയുന്നത് ലക്ഷക്കണക്കിന് പ്രോപ്പർട്ടി വഖഫിനുണ്ട്, അതെല്ലാം ഞങ്ങളുടെയാണ്, അതിൻ്റെ കടലാസൊന്നുമില്ല എന്ന് പറയുന്ന ആള് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വിജയദാസ് സാറിൻ്റെ ആണെന്ന് സാറൊക്കെ അവകാശപ്പെടുക. കടലാസൊന്നുമില്ല, ഞങ്ങളുടെയാ. ഞാൻ എന്നും രാവിലെ അവിടെ പോകാറുണ്ട്, അവിടെ ഇരിക്കാറുണ്ട്, അതുകൊണ്ട് എൻ്റെയാ. എൻ്റെ അപ്പൂപ്പൻ ഇരുന്നിട്ടുണ്ട്, അച്ഛൻ ഇരുന്നിട്ടുണ്ട്, ഞാനും ഇരുന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ പോലും എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ലഘൂകരിക്കുകയല്ല. ആ ഒരു തർക്കം വന്നപ്പോൾ ആ തർക്കം ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? വഖഫ് ട്രിബ്യൂണലിൻ്റെ മുമ്പിലാണ് തർക്കം ഇപ്പം നിൽക്കുന്നത്. ആ ട്രിബ്യൂണൽ അത് പരിശോധിക്കുമ്പം ആ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചത് വിത്തൗട്ട് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്സ്, മനസ്സും ബുദ്ധിയും വേണ്ടതുപോലെ ചിലവാക്കി വേണ്ടത് ആലോചിച്ചിട്ടല്ല ചെയ്തതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ രണ്ട് വിഷയമുണ്ട്. ഇങ്ങനൊരു വിധി കോടതി ഇങ്ങനൊരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ആ വഖഫ് ട്രിബ്യൂണലിനെ പോലും ഒരു പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ്റെ അഭിപ്രായം സ്വാധീനിക്കുമോ? ആ ഒരു സംശയം അവരുടെ മേലിൽ സ്വാധീനം വരുമോ? അപ്പോൾ ജുഡീഷ്യൽ നിയമ പ്രക്രിയയെ അത് ബാധിക്കും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഈ കമ്മീഷൻ അതിൻ്റെ നിയമനം പോലും സാധുതയില്ലാത്തതാണെന്ന് പറഞ്ഞ് കോടതി അതിനെ
റദ്ദാക്കിയിരിക്കുന്നത്. അല്ല, അത് നിയമപരം അല്ല എന്ന് പറയുമ്പോഴേ ഈ ഇത്രയും നാള് CPM നയിക്കുന്ന LDF-ഉം കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം അവിടെ കളിച്ച നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുമായിരുന്നു അവരെ ഒന്നുകൂടെ വിഡ്ഢികളാക്കി തീർത്തത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു കാര്യം, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇതൊരു വല്ലാത്തൊരു ടിപ്പിക്കൽ കേസായിട്ട് വന്നു. ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. ഈ വഖഫിൻ്റെ ഈ പ്രോപ്പർട്ടി ഇപ്പം കയ്യിലിരിക്കുന്നത്, ഞാനത് പച്ചയായിട്ട് ചോദിക്കുക, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് ന്യൂനപക്ഷമാണ്. തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് ഞങ്ങളെന്നാണ് ഇവിടുത്തെ ഇടതുവർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും പറഞ്ഞത്. ന്യൂനപക്ഷത്തിൽ സംഖ്യ കുറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം അല്ല, ന്യൂനപക്ഷത്തിൽ സംഖ്യ കൂടിയ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ആ മുസ്ലിം വർഗീയ പക്ഷത്തോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരു പരിസരവും ഉണ്ടായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ഇതിന് തുല്യമായ ഭൂമി എവിടെയെങ്കിലും കണ്ടുപിടിച്ച് വഖഫിന് കൊടുത്തേക്കാം, അവരെ അങ്ങ് ഫ്രീ ആക്കിയേക്കാം. അവിടെ ഒരു ചോദ്യം ഉയരും. അത് ധാർമ്മികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ കാരണം, ഒരിക്കൽ വഖഫിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് എന്നും വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് അവരുടെ വിശ്വാസം പറയുന്നത്. അതായത് മുസ്ലിം ജനസാമാന്യം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആ മതാചാരപ്രകാരം സംഭാവന ചെയ്യുന്നതാണ്. പൊതുനന്മയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന വഖഫ് പ്രോപ്പർട്ടി, അത് അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ കൊടുക്കുന്ന പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അത് കൊടുത്തിട്ട് വേറൊരു ഭൂമിയോ പൈസയോ വാങ്ങിക്കാനും പറ്റില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പം അവിടെ പോലും സർക്കാർ ആലോചിച്ച വളഞ്ഞ വഴി ഇതാണ്. വഖഫിൻ്റെ പ്രോപ്പർട്ടി വേറെ. അപ്പം ഇവർ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലല്ലോ. മുനമ്പക്കാർക്ക് അവർ സ്ഥലം കിട്ടി, മറ്റവർക്ക് വേറെ സ്ഥലം കിട്ടി. ഇനി അതുമല്ലെങ്കിൽ മുനമ്പത്തുള്ള ആളുകൾക്ക് വേറെ സ്ഥലം കൊടുക്കുക, വഖഫിന് ഈ പ്രോപ്പർട്ടി കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു വളഞ്ഞ വഴിക്കുള്ള കാര്യം തൽക്കാലം ചെയ്തിട്ട് വഖഫ് ഭേദഗതി എന്ന് പറയുന്ന അഖില ഭാരത തലത്തിൽ ഭാരത സർക്കാർ കൊണ്ടുവരുന്ന ആ ഭേദഗതി ജനങ്ങളുടെ ആവശ്യമായ, ജനകീയ ആവശ്യമായ, ഒരു മതനിരപേക്ഷ രാജ്യത്ത് അനിവാര്യമായ ആ ഭേദഗതിയെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നവരുടെ എണ്ണം കൂട്ടുക, ആ ഭേദഗതിയെ പ്രതിരോധിക്കുന്നവരുടെ എണ്ണം കൂട്ടുക, അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. മുനമ്പത്തുകാർ സ്വാഭാവികമായിട്ടും ആ ഭേദഗതിക്ക് വേണ്ടി ശബ്ദിക്കും. ആ മുനമ്പത്തുകാരെ നിശബ്ദരാക്കണം. പ്രതിരോധിക്കുന്ന ആളുകൾ ആരാന്നും ആലോചിക്കണം. അവിടെ പറഞ്ഞില്ല കാര്യം ശരിയാവില്ല. അത് മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരല്ല. ഈ വഖഫ് പ്രോപ്പർട്ടി കയ്യിലെടുക്കാൻ കഴിഞ്ഞ ആ സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ള ആളുകൾക്കാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. അവരാണ് അതിനകത്തെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ബൂർഷ്വാസികൾ. ആ സമൂഹത്തിലെ ബൂർഷ്വാസികളാണ് ഈ വഖഫ് പ്രോപ്പർട്ടി മുഴുവൻ കയ്യിലെടുത്തിരിക്കുന്നത്. താഴെയുള്ളവർക്ക് ഇനി ഒരു പ്രയോജനം കിട്ടത്തില്ല. അതൊക്കെ വേറെ വിഷയം. പക്ഷെ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള താരതമ്യത്തിൽ കൂടുതൽ ആളുകൾ ന്യൂനപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട്, കുറച്ചുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ, ശക്തി കൂടുതലുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ശക്തി കുറച്ചുള്ളവൻ്റെ പക്ഷത്തെ പരാജയപ്പെടുത്താനാണ് ഇടതുവർഗീയ മുന്നണി ശ്രമിച്ചതും വലതുവർഗീയ മുന്നണി കൂട്ടുന്നതും. ഇതാണ് അവസാനം ഇങ്ങനെ. അതിന് തൽക്കാലം സമയം വാങ്ങിക്കാൻ വേണ്ടി, തൽക്കാലത്തേക്ക് സമാധാനപ്പെടുത്തി സമയം വാങ്ങിക്കാൻ വേണ്ടിയാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ പോലും ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരോധമാകും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നു. ന്യായീകരിക്കാൻ വയ്യാത്തൊരു കേസ് വന്നു. അത് അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ നോക്കി. അതേ സമയത്ത് തന്നെയാണ് ഈ വഖഫ് സംരക്ഷണ സേന, വഖഫ് സംരക്ഷണ സമിതി, വേദി, വഖഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയിലെ കേസുമായിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇടതുവർഗീയ മുന്നണിയുടെ ഒരു കുതന്ത്രമായിരുന്നു. ഒരു കാരണവശാലും മുനമ്പത്തെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി മറ്റാർക്കും പിടിച്ചെടുക്കുന്നതിന് അവസരം കൊടുക്കില്ല എന്ന ധാർമ്മികതയുള്ള രാഷ്ട്രീയ നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ വഴിക്ക് കാര്യം പോവില്ല. അവിടെ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം വന്നിടത്ത്
അപ്പീസ്മെൻറ്റിൻ്റെ പൊളിറ്റിക്സ് വന്നിടത്താണ് ഈ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പോയത്. അതുകൊണ്ട് കോടതി ഇപ്പോൾ പറഞ്ഞത് ഇതിന് അപ്പീൽ പോവാതെ കുറേ സമയങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് എന്തായാലും വഖഫ് ഭേദഗതി ആക്ട് പാസ്സായും വരും. അത് വന്നു കഴിയുമ്പോൾ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്ന സംഗതി, ആ മാറ്റം പോരുന്ന പക്ഷക്കാരനാണ് ഞാൻ. വഖഫ് ബോർഡ് ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. പക്ഷേ വഖഫുമായിട്ട് ബന്ധപ്പെട്ട സ്വത്ത് തർക്കം നിർണ്ണയിക്കാനുള്ള ട്രിബ്യൂണൽ, അതും അതിൻ്റെ അധികാരത്തെയാണ് നമുക്ക് യോജിക്കാൻ വയ്യാത്ത കാര്യം. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു ഈ 10 ഏക്കർ സ്ഥലം ഞങ്ങളുടെയാണെന്ന്. ഏതെങ്കിലും ഒരു സ്ഥലം അറിയിക്കപ്പെട്ടതുമായിരിക്കും. അത് വേറൊരാളിപ്പോൾ അല്ലെന്ന് പറയുന്നു, വിജയനാഥ സ്ഥലമായിരിക്കും. അല്ലെന്ന് പറയുന്ന ആളിനും ദേവസ്വം ബോർഡും കൂടെ കോടതി പോയി തീരുമാനിക്കട്ടെ. അല്ലാതെ ദേവസ്വം ബോർഡ് തന്നെയല്ല തീരുമാനിക്കേണ്ടത്. ഇത് ഞങ്ങളുടെയാണോ നിങ്ങളുടെയാണോ എന്ന് വാദിയും പ്രതികളെ പ്രതി തീരുമാനിക്കും എന്താ ശരിയെന്ന്. അതെന്ത് ന്യായമാണുള്ളത്? ആ നിയമം മാറണം. ആ നിയമം മാറണം എന്നുള്ള ആവശ്യത്തിന് ആക്കം കൂട്ടാൻ ഈ കമ്മീഷൻ വെച്ചുള്ള തരികട, അതെ, ഈ തരികട ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ആ ഭേദഗതി വേണം എന്ന ഭാരതത്തിലെ ജനകീയ ആവശ്യത്തിൻ്റെ ശക്തി കൂടും, ആക്കം കൂടും. അതുകൊണ്ട് ഈ വിധി തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെയും ധർമ്മനിരപേക്ഷതയുടെയും പക്ഷത്തുള്ള വിധിയാണിത്. അതിൻ്റെ എഫക്റ്റ് അതാണ്. മറ്റേ ടെക്നിക്കാലിറ്റീസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ അങ്ങനെ നിൽക്കുന്നെങ്കിലും ഇൻ എഫക്റ്റ് ഇത് ധർമ്മത്തിനും ധാർമ്മികത അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയത്തിനും ആരോടും പ്രീണനമില്ലാത്ത, എല്ലാവർക്കും നീതി കൊടുക്കുന്ന, അപ്പീസ്മെന്റ് ഓഫ് നൺ ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്ന തത്വത്തിന് അനുകൂലമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.